പുരുഷന്മാർക്ക് പീരിയഡ്സ് ഉണ്ടാവും? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഈ പറയാൻ വരുന്ന വിഷയം ഇതേ ഒരു ചോദ്യവുമായിട്ട് ഞാനൊരു 2 മാസം മുമ്പ് ഒരു റീൽ ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ഏകദേശം 2 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു റീലായിരുന്നു അത്. അങ്ങനെ വ്യൂസ് പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഞാൻ ഉപയോഗിച്ച ഈ ഹുക്കാണ്. അതായത് പുരുഷന്മാർക്ക് പീരിയഡ്സ് ഉണ്ടാവും എന്നുള്ള ആ ഒരു ചോദ്യം. അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന കാര്യം അത് തന്നെയാണ്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവാതെ പോയത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ അതിന് നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നത്. റീൽസിലും ഷോർട്സിലും ഒക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് റീച്ച് കിട്ടിയ വീഡിയോ അതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവാതെ പോയതും ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്ത ഒരു വീഡിയോ ആണ്. കുറെ ആളുകൾ എന്നോട് DM-ൽ വന്നിട്ട് ചോദിച്ചു. ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷവും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷവും ഒക്കെ ആളുകൾ ചോദിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത്. അതില് ചില ആളുകൾക്ക് പിന്നെ ഈ പീരിയഡ്സ് എന്നുള്ള വാക്കുണ്ടല്ലോ, അതായത് അവർക്കത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടാണ് ഫീൽ ആയത്. ചില ആളുകൾ എന്താണ് ഞാൻ പറയുന്നത് വിഷയം എന്ന് ശ്രദ്ധിക്കാതെ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വേർഡ് മാത്രം പിന്നെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അതായത് ചില ആളുകൾ അങ്ങനെയാണ്. അവര് കാര്യങ്ങൾ മനസ്സിലാക്കില്ല, നെഗറ്റീവായിട്ട് എന്ത് കിട്ടുന്നു എന്ന് സെർച്ച് ചെയ്യും. ആ കിട്ടുന്ന സാധനം വെച്ച് അവര് മറ്റുള്ളവരെ പറയുകയും ചെയ്യും. അപ്പോ എന്നാൽ ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ആളുകളുണ്ട്. ആക്ച്വലി ഞാൻ പുരുഷന്മാർക്ക് ഫേവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംസാരിച്ചത്. പക്ഷെ ഞാൻ പുരുഷ വിരുദ്ധതയാണ് പറഞ്ഞത് എന്ന് ചില ആളുകൾ വിശ്വസിച്ചു. അത് അവരുടെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാത്തടത്തോളമുള്ള ഒരു ഇന്റലിജൻസ് കോഷൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ പുരുഷന്മാരെ അനുകൂലിച്ച് അവർക്ക് ഫേവർ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ നല്ലൊരു ശതമാനം പുരുഷന്മാർക്ക് തന്നെ അത് മനസ്സിലായില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഇനി ഇത് മനസ്സിലാവാതെ പോയത് ചിലപ്പോൾ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറവായതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചതാവാം. അതല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാവാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകളുണ്ടാവും. ആളുകൾ പല വിധമാണല്ലോ. അതുകൊണ്ട് തന്നെ ജെന്യുവിൻ ആയിട്ട് എന്നോട് DM-ൽ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്ന് എന്നോട് നേരിട്ട് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി ഈ വീഡിയോ. പീരിയഡ്സും പുരുഷൻ ഈ 2 വേർഡ് ഒരുമിച്ച് വന്നപ്പോൾ ചില ആളുകൾക്ക് അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നി. അവർക്ക് അവരുടെ പുരുഷത്വത്തെ ഞാൻ ചോദ്യം ചെയ്യുക എന്നുള്ള രീതിയിലോട്ടൊക്കെ ആ കാര്യത്തെ അവർക്ക് ഹേർട്ട് ചെയ്തു. സത്യത്തിൽ അതല്ല കാര്യം. രണ്ടാമത്തെ ചില കൂട്ടര് ഈ മൂഡ് സിങ്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം അറിയാത്തവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മൂടേ ഉള്ളൂ. ഞാൻ പറയണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. എന്തിനും അശ്ലീലത കാണുന്ന ആളുകൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ചിന്തിച്ച ആളുകളും ഉണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാല് മനോനിലയിലുള്ള ചാഞ്ചാട്ടം എന്നാണ് അതിന്റെ മലയാളം അർത്ഥം. അതായത് ഒരു മനുഷ്യന്റെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ എല്ലാം ശരീരത്തിൽ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലം, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് മൂലം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. നമ്മൾ ഈ മാനസിക രോഗങ്ങൾ എന്ന് പറയുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ പോലും നമ്മുടെ ന്യൂറോ കെമിക്കലുകളുടെ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്നതാണ്. സോ ഈ ഹോർമോണൽ ഇംബാലൻസ്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോണുകൾ ഇംബാലൻസ്ഡ് ആവുമ്പോഴാണ് നമ്മുടെ മനോനിലയിൽ മാറ്റങ്ങൾ വരിക. നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറും ബിഹേവിയറിൽ നിന്നൊക്കെ മാറി ഒരു പ്രത്യേക സ്വഭാവം അവർ കാണിക്കും. നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട, അതായത് സ്ത്രീകൾ കൂടുതൽ ഇമോഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഈ മെൻസ്ട്രൽ സർക്കിളുമായി ബന്ധപ്പെട്ട് അവരുടെ മൂഡിൽ ചേഞ്ചസ് വരും. അതായത് അവരുടെ മനോനിലയിൽ ചേഞ്ചുകൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പീരിയഡ്സിന്റെ തൊട്ടു മുമ്പെയോ അല്ലെങ്കിൽ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തോ അതിന് ശേഷമോ എപ്പോഴെങ്കിലും ആയിട്ട് ഒരു സ്ത്രീയുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വരും. കാരണമില്ലാതെ ദേഷ്യപ്പെടുക, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കുക, എപ്പോഴും അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ കരയുക, ഇങ്ങനെയുള്ള അതുവരെയുള്ള അവരുടെ ബിഹേവിയറിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഞാൻ ഈ പറയുന്നത് പുരുഷന്മാരോടാണ്. സ്ത്രീകളോട് മൂഡ് സ്വിങ്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് സംഭവിക്കുന്നത് അവരുടെ ശരീരത്തിലെ ആർത്തവം എന്ന് പറയുന്ന ഒരു സംഗതി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇംബാലൻസ് മൂലമാണ്. ഇതുപോലത്തെ ഒരു ഇംബാലൻസ് പുരുഷനും മാസത്തിൽ ഒരിക്കൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്ത്രീകൾക്ക് ആർത്തവവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ മനോനിലയിലുള്ള മാറ്റം, ഈ മൂഡ് സ്വിങ്സും നമ്മൾ ചേർത്ത് പറയുന്നത്. പുരുഷന്മാരെ കുറിച്ച് നമ്മൾ മൂഡ് സ്വിങ്സ് പുരുഷന്മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ സാധാരണ പറയാറില്ല, അത് അഡ്രസ് ചെയ്യപ്പെടാറില്ല. എന്നാൽ പുരുഷനും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് 100% പുരുഷന്മാരും ഈ പ്രശ്നക്കാരാണ് എന്നല്ല, നല്ലൊരു ശതമാനം പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ഇമോഷണൽസ് കൂടുതലുള്ള ആളുകൾക്കാണ് ഇത് ഉണ്ടാവുക. ഇപ്പൊ സ്ത്രീകളിൽ തന്നെ ഈ മൂഡ് സ്വിങ്സ് പലർക്കും പല രൂപത്തിലായിരിക്കും. ചില ആളുകൾക്ക് ഈ പീരിയഡ്സ് ഒന്നും ഒരു വിഷയമല്ല, അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല, ശാരീരികമായിട്ടുണ്ടാവില്ല, മാനസികമായിട്ടും ഉണ്ടാവില്ല. എന്നാൽ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ടാവും. അവർക്ക് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഭയങ്കര വിഷാദവും ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ഈ ഇമോഷണൽ ഇംബാലൻസ് മൂഡ് സ്വിങ്സ് വളരെ അധികമുള്ള സ്ത്രീകളും ഉണ്ട്. ഇപ്പൊ ഇത് ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായിരിക്കും. അവരുടെ ശരീരഘടന പോലെ ആയിരിക്കും ഇതൊക്കെ. അവരുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് മൂലമായിരിക്കും ഇത്. ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരിൽ ഹോർമോൺസ് ഉള്ള എല്ലാ മനുഷ്യരിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അത് ചിലവർക്ക് അത് കൂടിയ രൂപത്തിലായിരിക്കും, ചിലവർക്ക് അത് കുറഞ്ഞ അളവിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പുരുഷന്മാരുടെ ഈ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മനോനിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റം, ഈ ഇറിറ്റേഷൻസ്, പിന്നെ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ചില ദിവസം ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഈ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ഇത് പലപ്പോഴും പുരുഷന്മാര് വിചാരിക്കുക എന്താണ്, അവരുടെ കയ്യിൽ പൈസ കുറയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ മൂഡ് ഔട്ട് എന്നായിരിക്കും അവർ ചിന്തിക്കുക. പക്ഷെ എല്ലായ്പ്പോഴും അത് അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൽ പിന്നെ ഹോർമോണുകൾ ഒരു സർക്കിൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മൂഡ് ഓഫ് ആവും. അതിന് എല്ലായ്പ്പോഴും പൈസയുമായിട്ടോ അല്ലെങ്കിൽ പണവുമായിട്ടോ ബന്ധമുണ്ടായിരിക്കണമെന്നില്ല. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ പുരുഷന്മാർക്കും ഉള്ളതല്ല. ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ എനിക്ക് മൂഡ് സ്വിങ്സ് ഒന്നുമില്ല എന്ന് പറയുന്നവർ ഇറ്റ്സ് ഓക്കെ, അവർ ഭാഗ്യവന്മാരാണ്. എന്നാൽ ഇത് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സംഗതിയും നമ്മൾ പറയുമ്പോൾ അത് 100% പേർക്ക് ഉണ്ട് എന്നുള്ളതല്ല. ഇപ്പൊ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യവുമല്ല. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം പീരിയഡ്സിന്റെ സമയത്ത് കാണിക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ നോർമലായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അത് ഹാൻഡിൽ ചെയ്ത് പോകുന്ന സ്ത്രീകളുണ്ട്. ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യത്തിലും. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, പുരുഷന്മാർക്ക് പീരിയഡ്സ് ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ ആ തമ്പനയിലിൽ ഉപയോഗിച്ച ഒരു ഹുക്ക് മാത്രമാണ്. ആ ഹുക്ക് കാരണം മാത്രമാണ് എൻ്റെ വീഡിയോക്ക് അത്രയധികം റീച്ച് കിട്ടിയതും. അതെന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, മൂഡ് സ്വിങ്സ് എന്ന വാക്കിന്റെ അർത്ഥം മനോനിലയിലുള്ള ചാഞ്ചാട്ടം എന്നാണ്. നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം അയാളുടെ മനോനിലയിൽ വരുന്ന മാറ്റങ്ങൾ എന്നാണ് മൂഡ് സ്വിങ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു തമ്പനയിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഒറ്റ സെന്റൻസിനോ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി കേട്ടതിന് ശേഷം കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ ചാനലിലെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.